ഇപ്പോൾ മണി ബ്ലോക്കേജ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്ലോക്ക്, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ബ്ലോക്കേജുകൾ ഈ സൗണ്ട് ഹീലിംഗ് ചെയ്യുമ്പോൾ ഇല്ലാതായി പോകുമെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? എൻ്റെ ഫ്രണ്ട്സുകളെല്ലാവരും എൻ്റെ അടുത്തുനിന്ന് പോയി. കാരണം പണം ഇല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇല്ല, മനസ്സിലായില്ലേ? അവർക്ക് നമ്മൾ പണം ചോദിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ അവരാരും നമ്മുടെ അടുത്ത് തന്നെ വരില്ല. എല്ലാ മൊഡാലിറ്റിയും ഞാൻ പറയുകയാണെങ്കിൽ ഒരു നദിയാണ്. എല്ലാ മൊഡാലിറ്റിയും നദിയാണ്. ഈ നദിയെല്ലാം ചെല്ലും ചേർന്ന് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു സാഗരത്തിലേക്കാണ്. അയാൾ അങ്ങനെ ഹീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അയാൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്ര കാലം ഞാൻ അന്വേഷിച്ച് നടന്ന സാധനമാണ്, അതെനിക്ക് കിട്ടി എന്ന് പറഞ്ഞത് അയാൾ. അത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഓസ്കാർ കിട്ടിയതിന് തുല്യമായിരുന്നു. മന്ത്രം ജപിക്കണേ, ഇപ്പോൾ ഏതെങ്കിലും മൂലമന്ത്രങ്ങളാണ്. മൂലമന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര എക്സ്ട്രീം വൈബ്രേഷനാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ആ ഒരു ഫ്ലോ വരുന്ന ടൈമിൽ ആ ഒരു ഫ്ലോ ആണ്, ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഫ്ലോ മാതിരിയാണ് അത് വരിക. അത് എൻ്റെ മനസ്സിനെ എനിക്ക് ഫീൽ ചെയ്യിക്കും എന്ന് പറയണം. രാഹുലിന് റൈറ്റ് ലെഗ് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും റൈറ്റ് ലെഗ് വേദനിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് ഇയാളുടെ ഇഷ്യൂ എവിടെയാണ്. അത് നമുക്ക് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ദെൻ നമ്മളതിന് അക്കോർഡിംഗ്ലി ഫ്രീക്വൻസി അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ രാഹുലിൻ്റെ ആ വേദന കടന്നു പോവുകയാണ് ചെയ്യുക. അതെങ്ങനെയാണ് ആ ഫ്രീക്വൻസി നമ്മൾ ഇവർക്ക് ഈ ഇത്ര ഫ്രീക്വൻസിയാണ് വേണ്ടത്, അല്ലെങ്കിൽ അത് ഈ ആ അപ്ലൈ ചെയ്യണനുസരിച്ച് എനിക്കും രാഹുലും സെയിമാണ് ആ ടൈമിൽ. ബോഡി വേറെ വേറെ ആണെന്നല്ല, നമ്മൾ ഒറ്റ ഇതിൽ ഒരു വേവ് ലെങ്ത്തിലാണ് നിൽക്കുക. ഈ വേവ് ലെങ്ത് ഈ ഞാൻ എങ്ങനെ അനുഭവിക്കണം അതെന്നെ രാഹുൽ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ആ വേവ് ലെങ്ത് എന്നിൽ കറക്റ്റ് ആവണത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാനത് കൊടുത്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ചിലപ്പോൾ അത് കുറച്ച് ഫ്രീക്വൻസി കൂടുതൽ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ കുറവായിരിക്കും ആവശ്യം. അത് നമ്മൾ ആ ടൈമാണ് നമ്മളെ അപ്ലൈ ചെയ്യിപ്പിക്കുക. ഞാൻ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഇത്തരത്തിലുള്ള പല ബ്ലോക്കേജുകൾ, ഇപ്പോൾ മണി ബ്ലോക്കേജ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്ലോക്ക്, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ബ്ലോക്കേജുകൾ ഈ സൗണ്ട് ഹീലിംഗ് ചെയ്യുമ്പോൾ ഇല്ലാതായി പോകുമെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? അതായത് ഇതെല്ലാം ഒരു വൈബ്രേഷനാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഇതൊരു ഫ്രീക്വൻസി ഇതാണ്. അപ്പോൾ പല ആളുകൾക്കും ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് മൈൻഡിൻ്റെ ഒരു സ്റ്റേറ്റാണത്, ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്ലോക്കിനെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മനസ്സിനെ ശാന്താക്കി കൊടുക്കണം. ആദ്യം മനസ്സിനെ ശാന്തമാവുന്ന ടൈമിൽ ഈ ബ്ലോക്ക് എന്ന് പറയുന്ന ആ ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഒരാൾക്ക് മണി ബ്ലോക്കാണ്, സപ്പോസ് മണി ബ്ലോക്കാണ് വരുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബ്ലോക്കാണ്, ഇത് എവിടെയാണ് ഉണ്ടാവുക? ഇപ്പോൾ ഒരു റിലേഷൻ ബ്ലോക്ക് എന്ന് വിചാരിച്ചു, ഇപ്പോൾ അതായത് ഇപ്പോൾ ഹസ്ബൻഡും വൈഫാണ്, അവർ തമ്മിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ആദ്യം അത് ക്രിയേറ്റ് ആവണത് ഈ ആരാണ് ഇതിൻ്റെ ബ്ലോക്ക് എന്ന് പറയണോ അയാളുടെ ഉള്ളിലായിരിക്കും. ഈ പ്രശ്നം എന്ന് പറയുന്നുണ്ടല്ലോ, അയാളുടെ ഉള്ളിലാണ് ആദ്യം തന്നെ ഇത് ബ്ലോക്ക് വരിക. അയാളുടെ അകത്താണ്, അതായത് മനസ്സിലാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്, അതായത് ഇപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ പറയാം. ഇപ്പോൾ ഈ മുറിയിൽ ഈ ലൈറ്റും ഈ സാധനങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ വെച്ചിട്ടുണ്ട്. രാഹുലിന് ഏറ്റവും സന്തോഷമായിട്ട് വരുന്ന ഒരു വലിയൊരു സംഭവം നടക്കണം രാഹുലിൻ്റെ ജീവിതത്തിൽ. ഏറ്റവും സന്തോഷമായിട്ട് വരുമ്പോഴും ഇതൊക്കെ ഇതുപോലെ തന്നെ കാണും. രാഹുലിന് ഏറ്റവും വിഷമമായിട്ടൊരു സംഭവം ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴും അതുപോലെ തന്നെ ഈ സാധനം കൂടെ ഉണ്ടാവും. എല്ലാം ഇവിടെ എല്ലാം സെയിം ഒരേപോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഇഷ്യൂ ഇമോഷണലി ഇഷ്യൂ അല്ലെങ്കിൽ ഈ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് തന്നെയാണ്, അതായത് ഈ മൈൻഡിൽ തന്നെയാണ് വരുന്നത്. ഈ ഫ്രീക്വൻസി അപ്ലൈ ചെയ്ത് മൈൻഡിനെ കാം ഡൗൺ ആക്കി കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പേസ് നമുക്ക് അവിടെ വരും. ആ സ്പേസിൽ വെച്ചിട്ട് നമുക്ക് റീതിങ്ക് ചെയ്യാൻ പറ്റും, റീബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ കരിയറിനെ റീബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്പിനെ റീബിൽഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ വെൽത്തിനെ റീബിൽഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ആ ഒരു സ്പേസിലേ പറ്റുള്ളൂ. മൊത്തം തകർന്നു എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നിന്ന് നമുക്ക് പൊന്തി പോരാൻ പറ്റും. എന്ത് തകർച്ച വന്നു എന്ന് പറഞ്ഞാലും നമുക്ക് ഈ സ്പേസ് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദ മൊമെൻറ്റിൽ നിങ്ങൾക്കത് മാറി പുതിയൊരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റിയത്. അതായത് എൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സമയങ്ങളുണ്ടായിട്ട്, എൻ്റെ റിലേഷൻസിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. എൻ്റെ ഫ്രണ്ട്സുകളെല്ലാവരും എൻ്റെ അടുത്തുനിന്ന് പോയി. കാരണം പണം ഇല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇല്ല, മനസ്സിലായില്ലേ? അവർക്ക് നമ്മൾ പണം ചോദിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ അവരാരും നമ്മുടെ അടുത്ത് തന്നെ വരില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജ് നമ്മുടെ സഹോദരന്മാർ മാറി, അവരുടെ സ്വഭാവമൊക്കെ മാറി. കാരണം വെച്ചാൽ അവർക്ക് ബേർഡൻ ആവുമോ എന്നുള്ളൊരു തോട്ട് വന്ന സമയം.
ഇതൊക്കെ വന്ന നേരത്ത് ഞാനും പെട്ടുപോയി. ഓക്കെ, ഞാൻ ഒരു പൈസ അവിടെ ഇവിടെ കൊണ്ടുപോയി കളഞ്ഞിട്ടൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിത് വന്നതൊക്കെ. പക്ഷെ എന്നിരുന്നാലും സാഹചര്യം കൊണ്ട് നമ്മളുടെ ജോലിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പണത്തിനെല്ലാം അറിയാലോ, നമ്മൾ തന്നെത്താനെ ഇതിലേക്ക് പോകും. അവിടെ വെച്ച് ഞാൻ കഷ്ടപ്പെട്ട ഒരു സമയത്താണ് ഞാൻ ഈ ഒരു മോഡാലിറ്റിയിലേക്ക് വരുന്നതും അറിയണതും ഇതൊക്കെ ഉണ്ടായി. അങ്ങനെ അപ്പോഴും എൻ്റെ ഗുരു പറയണത് ഇങ്ങനെയാണ്, ഈ ഒരു സ്പേസ് എന്ന് നീ കാണുന്നു അന്ന് നിൻ്റെ അത് മാറ്റങ്ങൾ വരും. ഞാൻ അന്ന് എപ്പോഴും എൻ്റെ വൈഫിനോട് പറയാറുണ്ട്, എൻ്റെ മൊബൈലിൽ റിങ്ങിയില്ല, ആരും എന്നെ വിളിക്കാനില്ല. ഞാനൊരു മൊബൈൽ വാങ്ങിച്ചിട്ട് വർഷങ്ങളായിട്ട് ഇരിക്കാണ്, ഒരാളെന്നെ വിളിക്കാൻ വേണ്ട മൊബൈലിൽ, ആരുമില്ല. അങ്ങനെ എന്നെയൊക്കെ ആര് വിളിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നോർന്ന് ഞാനാണ് ഇന്ന് ഇങ്ങോട്ട് വരാൻ 1 മണിക്കൂർ ലേറ്റാണ്. അത് ഇതുകൊണ്ടാണ്, മൊബൈലിൽ എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ മൊബൈലിന് ഒരു സ്വസ്ഥതയില്ല. അതായത് അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്നെ ആരും വിളിക്കാനില്ലല്ലോ എന്ന്. ഇനി എനിക്കൊരു കാലം ഉണ്ടാവും ആൾക്കാർ എന്നെ വിളിക്കുന്ന ഒരു സമയം. ആ ഒരു തോട്ടാണ് ഇന്ന് ഈ ഒരു ലെവലിലേക്ക് വന്നത്. ഞാൻ എപ്പോഴും ഇവിടെ വന്നപ്പോഴും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോഴും പറഞ്ഞു, അതായത് എന്നെ ഇവിടേക്ക് വരെ എത്തിച്ചത് ഈ ഒരു സംഭവമാണ്. എന്നെ എത്തിച്ചു എന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇത് മാറ്റങ്ങൾ കൊണ്ടുവരും. ആ സ്പേസ് നമ്മൾ കണ്ടു എന്ന് പറയുന്നത്, ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു അങ്ങ് ആ സ്പേസ് കണ്ടു എന്ന്. എന്തായിരുന്നു ആ സമയത്ത് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ ആ സമയത്ത് എന്താണ് തോന്നിയത്? അതായത് ആ സമയത്ത് ഫീൽ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും ഇല്ല, നമുക്കൊന്നും വേണ്ട. അതായത് എനിക്ക് ഇപ്പം ഞാനാണത് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. എനിക്ക് ആ സ്ഥലത്ത് തന്നെ കുറച്ചും കൂടി നേരെ ഇരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ആളുകൾക്കും അങ്ങനെയാണ്, ഒരാൾക്ക് നല്ല, എല്ലാ ആളുകൾക്കും അത് അങ്ങനെയാണ് വരിക. അതിൻ്റെ ഉള്ളിൽ അത് മാത്രം ഇവിടെ എല്ലാവരും അന്വേഷിച്ച് കിടക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ചാനലിനകത്ത് ഒരുപാട് ആളുകൾ അന്വേഷിച്ച് ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഒരുപാട് സന്യാസിമാരെ കൊണ്ടുവന്നു, പല മേഖലകളിലുള്ള ആളുകൾക്ക്. എല്ലാവരും എന്താണ് അന്വേഷിക്കുന്നത്? ഈ ഒരു സ്പേസിന് വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് മൊഡാലിറ്റികളുണ്ട്, പല വിധത്തിൽ റേക്കി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ജോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി മൊഡാലിറ്റികളുണ്ട്. ഈ മൊഡാലിറ്റിക്ക് എന്താണ് ആവശ്യം? അത് എന്തിലേക്കാണ് നിങ്ങൾ എത്തിക്കുക? അതായത് ശരിക്കും പറഞ്ഞാണെങ്കിൽ എല്ലാ മൊഡാലിറ്റിയും ഞാൻ പറയുകയാണെങ്കിൽ ഒരു നദിയാണ്. എല്ലാ മൊഡാലിറ്റിയും നദിയാണ്. ഈ നദിയെല്ലാം ചേർന്ന് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു സാഗരത്തിലേക്കാണ്. എല്ലാ നദിയും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഈ ചെന്ന് ചേരുന്ന ഈ നദി സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന കടലിലേക്കാണ്. ഓക്കെ, അതിലേറ്റവും ഫാസ്റ്റ് മോഡിൽ ചെല്ലണ ഒരേ ഒരു നദി സൗണ്ട് ഹീലിംഗ് മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് യോഗ ചെയ്യാം, നിങ്ങൾ എത്ര നാൾ യോഗ ചെയ്യും. ഞാൻ യോഗക്കാരെ കളിയാക്കുന്നതൊന്നുമല്ല, അവർ മനസ്സിലാക്കണം. അതായത് എത്ര നാൾ നമ്മൾ യോഗ ചെയ്യും, അവർ ശ്വാസത്തിലൂടെയാണ് എത്ര നാൾ മെഡിറ്റേഷൻ ചെയ്യും. പക്ഷെ ഈ സ്പേസ് എന്ന് കാണും നമ്മൾ? ഇതാണ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ. ഞാൻ അന്വേഷിച്ച് നടന്നതും ഇതാണ്. നമ്മളിപ്പോൾ എത്ര കാലം നമ്മളിതിന് വേണ്ടി നമ്മളിത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യോഗ ചെയ്യാനോ അല്ലെങ്കിൽ ശ്വാസത്തിൻ്റെ ഇത് കൺട്രോൾ ചെയ്യണമെന്നോ ഇതൊന്നും പറയുന്നില്ല. ഇത് ഓട്ടോമാറ്റിക് നമ്മൾ തന്നെ കൺട്രോൾഡ് ആവുകയാണ് ഇതിൽ. ഇത് നമ്മൾ ഓരോ ആളുകൾക്കും ഇപ്പോൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഒരു ഹീലർ നമ്മുടെ കൂടെ വേണ്ടേ? ഒരിക്കലും ആവശ്യമില്ല. അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഒരു തവണ ചെയ്താൽ മതിയാവും, ചില ആളുകൾക്ക് അത് 3 തവണ ചെയ്യണം, ചില ആളുകൾക്ക് 5 തവണ ചെയ്യണം, ചിലത് 7 തവണ ചെയ്താൽ അയാൾ ഭയങ്കരമായിട്ട് മാറും. പിന്നീടും ആളുകൾ വരും എനിക്ക് ചെയ്യണം എന്ന് പറയും. അത് അയാളുടെ കുറേ കൂടി ഹൈക്കിന് വേണ്ടിയിട്ടാണ് പിന്നെ അവർ. അതായത് അയാളുടെ ജീവിതം കുറേ കൂടി ഉയർന്ന അയാൾ. അപ്പോൾ അയാൾക്ക് തോന്നും എനിക്കിത് പോരാ, ഒന്നും കൂടി നല്ല കുറേ കൂടിയും കയറണം എന്ന്. അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ആളുകൾ വരിക. അതല്ലാതെ ആരും വരാനായിട്ടൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ആരുടെ അടുത്തും. ഇത് ഒരു പ്രാവശ്യം ചെയ്ത ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇയാളിൽ ഇത് പ്രതിഫലിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇയാൾ ഇത്രയും കാലം കൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതിൽ കാണാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 72 വയസ്സായ ഒരാൾ എൻ്റെ അടുത്ത് വന്നു. അയാൾ പറയണത് അയാൾ ഏകദേശം 50 വർഷമായിട്ട് യോഗ ചെയ്യുന്ന ആളാണ്. അയാൾ ഭയങ്കര പ്രസരിപ്പാണ് അയാളുടെ മുഖമൊക്കെ, നമുക്ക് കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. അത്ര ബ്രില്യൻ്റായിട്ട് ഫേസും ഭയങ്കര പ്രസരിപ്പുള്ള ഒരാൾ. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ മനസ്സിനെ പിടിച്ചു തരും എന്ന് പറഞ്ഞു കേട്ടു, അത് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞ എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. പക്ഷെ വൺസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് മനസ്സിലാക്കുക. അതല്ലാതെ ഞാനിങ്ങനെ മനസ്സിനെ പിടിച്ച് കെട്ടുന്ന ആളൊന്നുമല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ ഞാൻ തയ്യാറാണ് ഹീൽ ചെയ്യാമെന്ന്. അയാൾ അങ്ങനെ ഹീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അയാൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്ര കാലം ഞാൻ അന്വേഷിച്ച് നടന്ന സാധനമാണ്, അതെനിക്ക് കിട്ടി എന്ന് പറഞ്ഞത് അയാൾ. അത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഓസ്കാർ കിട്ടിയതിന് തുല്യമായിരുന്നു. കാരണം ഞാൻ പേടിച്ചിട്ടാണ് ഇയാളുടെ അടുത്ത് ചെന്നത്. കാരണം എന്താ വെച്ചാൽ ഇയാൾ ഇത്രയും വർഷം യോഗ ചെയ്തു. അയാൾ പറയാം അയാളുടെ 20 വയസ്സിൽ തുടങ്ങി യോഗ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയും. അപ്പോൾ ഒന്ന് ആലോചിച്ചു, 72 വയസ്സായി, നിത്യവും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അയാൾ മനസ്സ് ശാന്തമാവുന്നില്ല എന്നാണ് അയാൾ പറയുന്നത്. അത് ഇതിലൂടെ അയാൾക്ക് സാധ്യമായി. അതൊക്കെ ഒരു വലിയ ഒരു അനുഭവമാണ് എനിക്ക് കിട്ടിയത്. അതല്ലാതെ നമ്മളിവിടെ പ്രേതമുണ്ട് ചെകുത്താനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പേടിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമ്മളുടെ കയ്യിലില്ല. ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. ഓക്കെ, പക്ഷേ എന്നെ ആളുകൾ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എന്നെ പ്രേതമുണ്ട്, അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെല്ലാ കുട്ടികളെയും പറയണതാണ്. പക്ഷെ അതിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ പഴയകാല മന്ത്രവാദ കളങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ പലപ്പോഴും അവരുടെ രൂപഭാവങ്ങളെല്ലാം വ്യത്യാസമാണെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ആ രൂപകളങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ ജനനം മുതൽക്ക് നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അറ്റാച്ച്ഡ് ആയിട്ട് വന്നേക്കണ ഒരു സാധനമാണ് ഭയം എന്ന് പറയുന്ന സാധനം. ഈ ഭയം എന്ന് പറയുന്നത് ഒരേ ഒരു ഭയമുള്ളൂ. ഓക്കെ, അതാണ് മരണഭയം എന്ന് പറയുന്നത്. അതല്ലാതെ വേറെ ഭയം ഇല്ല. അതായത് മരിക്കുമോ എന്നുള്ള പേടി മാത്രമുള്ള ആൾക്കാർക്ക്, അല്ലാണ്ട് വേറെ ഭയമില്ല. പിന്നെ നമ്മളുടെ ചെറുപ്പം മുതൽക്കേ നമ്മളുടെ അച്ഛനമ്മമാർ, ബന്ധുക്കൾ ഇവരൊക്കെ ചേർന്ന് നമ്മളെ പേടിപ്പെടുത്തണം. അതായത് ഒരു കുട്ടി ഒരു ഫസ്റ്റ് ഫ്ലോറിൽ എപ്പോഴും ഇങ്ങനെ കയറുകയാണ് കോണി വഴി. അപ്പോൾ അതിൻ്റെ അമ്മയ്ക്ക് എപ്പോഴും കയറി പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അമ്മ ആദ്യം തന്നെ എന്താ ചെയ്യുക, അമ്മയുടെ കൂടെ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് അമ്മ പറയും, വേണ്ട കേട്ടോ, അതെ കോക്ക് വരും അല്ലെങ്കിൽ അത് വരും ഇത് വരും എന്ന് പറയും. ഇതെന്താ സാധനം എന്ന് ഈ അമ്മയൊന്നും കണ്ടിട്ടില്ല, ഈ കുട്ടിയും കണ്ടിട്ടില്ല. പിന്നെ അതിന് പറഞ്ഞോളൂ, നാക്കൊക്കെ നീണ്ട് ചെവിയൊക്കെ വീർത്ത ഒരു സാധനമാണ് വരിക എന്നൊക്കെ പറയും, മുടിയൊക്കെ അഴിച്ചിട്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭാവനയിൽ ഉണ്ടാക്കുകയാണ് ആ കുട്ടി ചെറുപ്പത്തിൽ തന്നെ. അല്ല, ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പല അനുഭവങ്ങളും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ അവരുടെ രൂപം മാറുന്നു അല്ലെങ്കിൽ ഭാവം മാറുന്നു, അവർ വ്യത്യസ്ത തലത്തിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ പൂജകൾ ചെയ്യുമ്പോഴാണെങ്കിലും, ഇപ്പോൾ പൂജകൾ ചെയ്യുമ്പോൾ വൈബ്രേഷൻസ് വരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കോമരങ്ങൾ, അവർ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും കോമരങ്ങളായിട്ട് ഉറഞ്ഞു തുള്ളുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ മൈൻഡിൻ്റെ ഓരോ തലങ്ങളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇത് ഓരോരോ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ നത്തിങ്നെസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത് മനസ്സിൻ്റെ ഏറ്റവും ഹയർ വൈബ്രേഷൻ്റെ നേരെ താഴെ നിൽക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻലൈറ്റ്മെൻ്റ് ആണ്. എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അതിൻ്റെ മുകളിൽ നിൽക്കണുള്ളൂ. അതിന് നേരെ താഴെ ഇരിക്കുന്നതാണ് ഈ നത്തിങ്നെസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ് ആളുകൾ തപസ്സിരിക്കുന്നത്. ആൾക്കാർ തപസ്സിരിക്കുന്നില്ല, അവരുടെ ഉള്ളിൽ നിന്നൊക്കെ പോകണം, എൻ്റെ ഉള്ളിലത്തെ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാനായിട്ടുള്ളൊരു സ്റ്റേറ്റ് ഉണ്ടാക്കിയെടുക്കണം ഈ തപസ്സിലൂടെയൊക്കെ ഉണ്ടാക്കണത്. ആ സാധനമാണ് നമുക്ക് ഈ സൗണ്ട് ഹീലിങ്ങിലൂടെ ഇമ്മീഡിയറ്റ്, അതായത് 1 മണിക്കൂറിനുള്ളിലാണ് നമുക്കത് സാധ്യമായി വരുന്നത്. ആ സ്റ്റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തെ എല്ലാ ആളുകളും അന്വേഷിച്ച് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ രസം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതാണ് നത്തിങ്നെസ് എന്ന് പറയുന്ന സ്റ്റേറ്റാണ്. ഈവൺ ദോ ഒരു സെക്ഷുവാലിറ്റി ടൈമിൽ ഈ നത്തിങ്നെസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് നമുക്ക് വരുന്നുണ്ട് എന്നാണ് കണ്ടുപിടിച്ചത്. ഒരു സെക്സ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ടൈമിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആ ഒരു സ്റ്റേറ്റിൽ മനുഷ്യൻ്റെ മനസ്സ് ചെന്ന് നിൽക്കുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് എല്ലാ ആളുകളും ഇതിനെ എൻജോയ് ചെയ്യാൻ ചെല്ലുന്നത്, അല്ലെങ്കിൽ ആരും ഇതിന് പോവില്ല. ഈ ഒരു സ്റ്റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് തന്നെയാണ് എല്ലാ മഹർഷിമാരും ഈ പറയുന്ന എല്ലാ ആളുകളും അന്വേഷിച്ച് നടക്കുന്നത്, ഈ ഒരു സ്റ്റേറ്റിന് വേണ്ടിയിട്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഈ കർമ്മങ്ങളൊന്നും ചെയ്യാതെ ഈ സ്റ്റേറ്റ് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് അന്വേഷണം. അത് ഇതിൽ വരികയാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം കൂടെ, ഇപ്പോൾ
അങ്ങ് ഈ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ മന്ത്രങ്ങൾക്കൊക്കെ അപ്പോൾ ശക്തിയില്ല? അപ്പോൾ ഈ മന്ത്രങ്ങൾ കൊണ്ട് സകല ദോഷങ്ങളും മാറുമെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മന്ത്രങ്ങൾക്ക് യഥാർത്ഥത്തിൽ ശക്തിയുണ്ടോ, അല്ലെങ്കിൽ അതിന് ഓരോ മന്ത്രങ്ങൾക്കും ഓരോ വൈബ്രേഷൻസും ഉണ്ടോ? കറക്റ്റ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു വലിയൊരു പാറക്കെട്ടിൻ്റെ അടുത്ത് ചെന്നിട്ട് ഉറക്കാനെ വിളിച്ച് പറയാം ഹലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? അതിൽ ഫുൾ എക്കോ ആണ് അടിക്കുക. ഹലോ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എക്കോ വരും അല്ലേ? അതെ. ഇതുപോലെ തന്നെയാണ് ഈ മന്ത്രത്തിൻ്റെയും ടെക്നിക്കുകൾ. അതായത് ഒരു മന്ത്രം ജപിക്കുമ്പോൾ, അതായത് ശബ്ദം 2 ടൈപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളുടെ ശബ്ദം, മനുഷ്യൻ്റെ ശബ്ദത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു ഔട്ടർ വോയിസും ഒരു ഇന്നർ വോയിസും ഉണ്ട്. മനസ്സിൽ പറയുന്നത് ഇന്നർ വോയിസും നമ്മൾ ശബ്ദം സംസാരിക്കുന്നത് ഔട്ടർ വോയിസിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഔട്ടർ വോയിസിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വൈബ്രേഷൻ ഉണ്ട്. ക്ലിയർ അല്ലേ? ഇതുപോലെ തന്നെ ഇന്നർ വോയിസിലും ഒരു വൈബ്രേഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു ഡയറ്റി അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചെന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഉറക്കാനിൽ നിന്ന് ആരും പ്രാർത്ഥിക്കാറില്ല. ഓൾമോസ്റ്റ് ആളുകളും ഇന്നർ വോയിസിലാണ് പ്രാർത്ഥിക്കുക. അവിടെ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഒരു അമ്പലത്തിൽ ചെല്ലുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യണം, മനസ്സിൽ വിചാരിക്കണം. ഓക്കെ, ആ വിചാരിക്കുന്ന സാധനം വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്ത് ആ ശിലയിൽ തട്ടിയിട്ട് നേരെ തിരിച്ചാണ് വരുന്നത്. ഈ പാറക്കെട്ടിൻ്റെ സെയിം സംഭവം തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അതായത് നമ്മളൊരു പാറക്കെട്ടിൽ എന്താ സംഭവിക്കുക വെച്ചാൽ, ഈ പാറമഴ ചെന്നിട്ട് നമ്മൾ വോയിസ് അടിക്കുമ്പോഴാണ് റിപ്ലൈ അത് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ ശിലയിലും അങ്ങനെയാണ്. ഈ വിഗ്രഹങ്ങൾ എന്ന് പറയുന്ന ശിലയ്ക്കൊക്കെ വളരെ പ്രത്യേകതയുള്ള ഒരു ശിലകളായിരിക്കും അവിടെ സ്ഥാപിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ തട്ടിയിട്ട് വരുമ്പോൾ ആ വൈബ്രേഷനിൽ വ്യത്യാസം കൊണ്ടുവരും. അതിന് ഇപ്പം നമ്മൾ കൊടുക്കുന്ന വൈബ്രേഷനെല്ലാം റിട്ടേൺ വരിക. അത് നമ്മുടെ ബ്രെയിനിൽ, അതായത് ഈ ചക്രയിൽ എവിടെയെങ്കിലും എഫക്റ്റ് ചെയ്യും ഇത്. ഓക്കെ, ആ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ശാന്തത ഇതൊക്കെ കയറി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ മന്ത്രത്തിനെ കുറിച്ച് പറയുന്നത്. ഇപ്പം അമ്പലത്തിൽ ഇപ്പോൾ ഒരു മന്ത്രം ജപിക്കുന്നത്, ഇപ്പം നമുക്കറിയാലോ അമ്പലത്തിൽ ശ്രീകോവിൽ എന്ന് പറയുന്നതിൽ ഒരു ഡോറ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ ഒരു ഹോള് പോലും ഉണ്ടാവില്ല അതിനകത്ത്. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ അകത്തിരുന്നിട്ട് ഇപ്പോൾ ശാന്തി മന്ത്രം ജപിക്കണേ, ഇപ്പോൾ ഏതെങ്കിലും മൂലമന്ത്രങ്ങളാണ്. മൂലമന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര എക്സ്ട്രീം വൈബ്രേഷനാണ്. ഓക്കെ, മൂലമന്ത്രങ്ങൾ എന്ന് പറയുന്നത് അതായത് ആ ഒരു ഡയറ്റി അല്ലെങ്കിൽ ആ ശീലയുടെ എക്സ്ട്രീം മന്ത്രത്തിനെയാണ് പറയുന്നത് ഈ മൂലമന്ത്രം എന്ന് പറയുന്നത്. അതായത് ആ ഡയറ്റിയിൽ എത്ര വൈബ്രേഷൻ മാക്സിമം ഉണ്ടാക്കാൻ പറ്റും, അതാണ് മൂലമന്ത്രം. ക്ലിയർ? അപ്പോൾ ആ മൂലമന്ത്രം ഇരുന്ന് ഇയാൾ അത് 1-2 തവണയില്ല, 108 അല്ലെങ്കിൽ 1000 ചില്ലാനം ഒക്കെയാണ് ഇത് ജപിക്കുക. അത്രയും വൈബ്രേഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ വൈബ്രേഷൻ ഇവിടെ ഈ ശില കഴിഞ്ഞിട്ട് സ്ഥലം ഉണ്ടാവുമല്ലോ, ശില ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തിരുന്നിട്ട് ചെയ്യുമ്പോൾ ഈ വൈബ്രേഷൻ എങ്ങനെ പുറത്തേക്ക് പോവുക? ഫുൾ ചുറ്റും കരിങ്കല്ല് കൊണ്ട് കെട്ടിയേക്കണ ചുമരാണ് ഇരിക്കുക. അപ്പോൾ ഇതിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല, വാതിലൂടെ പോകാൻ പറ്റുള്ളൂ. ഇത് വാതിലും ക്ലോസ് ചെയ്തിട്ടാണ് ആദ്യം ഇവർ ചെയ്യുക. അപ്പോൾ വാതിലിനും സാധിക്കില്ല, കാരണം പുറത്തേക്ക് പോകാൻ പറ്റില്ല. ക്ലിയർ? ഈ വാതിൽ എന്ന് പറയുമ്പോൾ വളരെ പ്രത്യേകതയുള്ള വാതിലുകളാണ് അവിടെ നിൽക്കുക. അത് മിക്കവാറും പ്ലാവിൻ്റെ തടി വെച്ചിട്ടാണ് ഇത് വിടുക. അപ്പോൾ ഇത് കാരണം പുറത്തേക്ക് പോവില്ല വോയിസ്. ഓക്കെ, അപ്പോൾ ഈ വൈബ്രേഷൻ അവിടെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ഇതിൻ്റെ ഉള്ളിൽ. ഇതിന് പുറത്ത് പോകാനായിട്ട് ഒരേ ഒരു മാർഗമുള്ളത്, അതിൻ്റെ മുകളിലിരിക്കുന്ന മകുട ഉണ്ടല്ലോ, ആ എന്താ അതിനെ പറയുക, മുകളിലിരിക്കുന്ന ആ ഒരു കുംഭം, അത് വഴിയാണ് പോവുക. ഇതൊരു ട്രാൻസ്മിറ്ററായിട്ട് വർക്ക് ചെയ്യുക. അതായത് ഈ വൈബ്രേഷൻ ചെന്നിട്ട് അവിടെ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അകത്ത് അടച്ചിട്ടിട്ട് വാതിലടച്ചിട്ടിട്ട് പൂജ ചെയ്യുന്ന സമയത്ത് വളരെ ശാന്തമായിരിക്കും ക്ഷേത്രം. കാരണം ഈ വൈബ്രേഷൻ മുഴുവനും ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പുറത്തേക്ക് വരെ. ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മളൊക്കെ ചെല്ലുമ്പോൾ നമ്മളിലും ഇത് ടച്ച് ചെയ്യുന്നുണ്ട്. ഈ വൈബ്രേഷൻ നമ്മളറിയാതെയാണ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ ഒരു ശാന്തത ലഭിച്ചു തുടങ്ങും. കാരണം വെച്ചാൽ അവരുടെ മനസ്സ് കൂളാവണ്, തന്നെത്താനാണ് കൂളാവണത്. കാരണം ഈ വൈബ്രേഷൻ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് പുറത്തേക്ക് കുറേ കൂടി അകന്നു പോകാതിരിക്കാൻ, ക്ഷേത്രം വിട്ട് അകന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഈ കൊടിമരം എന്ന് പറയുന്ന സാധനം. ഇവൻ ഒരു റിസീവറാണിത്. ഇവൻ ഇത് ഇങ്ങോട്ട് പിടിച്ച് ഭൂമിയിലേക്ക് തിരിച്ചു വിടും. അവിടെ തന്നെ ചക്രമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് അമ്പലത്തിൻ്റെ ഒരു സ്ട്രക്ചറിൽ വൈബ്രേഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ അമ്പലത്തിൽ ചെല്ലണം, പല ആളുകളും അമ്പലത്തിൽ പോകാത്തവരുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് എല്ലാവരുടെയും പോകണം, നിങ്ങൾ അമ്പലങ്ങളിൽ പോകണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു
കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ സ്ട്രക്ചർ നിൽക്കുന്നുണ്ട്. നിങ്ങളറിയാതെ നിങ്ങളെ മാറ്റാനുള്ള ഒരു കഴിവ് അവിടെയുണ്ട്. നമ്മളിപ്പോൾ ശിലേനെയാണ് നമ്മൾ ദൈവം അല്ലെങ്കിൽ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കോൺസെപ്റ്റിൽ കൊണ്ടുപോകുന്നത്. പക്ഷേ ഈവൻ ദോ അങ്ങനെ ആണെങ്കിലും അത് ഒരു മനുഷ്യനെ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തു വെച്ചാണ് ഒരു പണിയും. അത് ഒരു സ്ട്രക്ചറായിട്ട് കിട്ടുകയാണ് അതിനുള്ളിൽ. അതും പ്രത്യേകിച്ച് വലിയ വലിയ അമ്പലങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും എനർജി സെൻറ്ററുകളായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് എനർജി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ എനർജീനെ റിസീവ് ചെയ്യാനുള്ള പവർ വരെ ഈ പറയുന്ന വലിയ വലിയ ക്ഷേത്രങ്ങൾക്കുണ്ട്. അപ്പോൾ ആ എനർജി വരെ അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവണം. ഓക്കെ, അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാണത്. പ്രത്യേകിച്ച് ഈ കൊടിമരം എന്ന് പറയുന്നത് സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ അല്ലെങ്കിൽ ചെമ്പ് കൊണ്ടോ ആണ്. ഈ 3 ലോഹമാണ് ഉപയോഗിക്കുക. ആ ലോഹം എന്ന് പറയുന്നത് അറിയാലോ, അതീവ ചാലകങ്ങളാണ്. ഈ ചില ഇതിൽ ചെന്ന് തൊടാനായിട്ടൊക്കെയാണ് പറയുക. അതായത് ഈ കൊടിമരത്തുമ്പോൾ ചെന്ന് തൊടുകയാണെങ്കിൽ പോലും നമുക്ക് ഒത്തിരി എനർജി എടുക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ കൊടിമരത്തിന് ചുറ്റും കമ്പിവേലി ഇട്ടേക്കാണ്. കാരണം ആരും അത് ടച്ച് ചെയ്യരുത് എന്നുള്ള ഒരു ഇതിലാണ്. അത് എന്ത് സങ്കല്പമാണെന്ന് എനിക്കറിയില്ല, എന്തുകൊണ്ടാണ് അത് ചെയ്തേക്കണമെന്ന്. പക്ഷെ ഇതാണ് അതിൻ്റെ ഒരു സയൻസ് അതിൽ വരുന്നത്. എന്താണെങ്കിലും അങ്ങ് പറഞ്ഞതുപോലെ നത്തിങ്ലെസ് എന്ന് പറയുന്നൊരു സ്റ്റേജിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഒരുപാട് വർഷത്തെ, ഇപ്പോൾ യോഗ ചെയ്യുന്നവരാണെങ്കിലും സ്പിരിച്വാലിറ്റിയുടെ അങ്ങേ തലക്ക് പോകുന്ന ആളുകളാണെങ്കിലും അവർ എൻജോയ് ചെയ്യാൻ വേണ്ടി ആ ധ്യാനം എത്ര വർഷത്തെ പ്രാക്ടീസാണ്. അത് ഒരു ചെറിയ നിമിഷം കൊണ്ട് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. എന്താണെങ്കിലും അങ്ങയുടെ ക്ലാസ്സുകൾ മെയ് 10 ഉണ്ട് എന്ന് പറഞ്ഞു തൃശ്ശൂർ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ പറയുകയാണെങ്കിൽ അത് അനുഭവിക്കാൻ കഴിയുന്ന ആളുകൾക്ക് വരാൻ കഴിയുമല്ലോ. ഓക്കെ, അതായത് മെയ് 10 തൃശ്ശൂർ വടക്കേ സമൂഹം ഹാളിൽ വെച്ചിട്ട് നമ്മൾ ആത്മാവാണി എന്ന് പേരിട്ടിട്ട് ഒരു പ്രോഗ്രാമാണ് നടത്തുന്നത്. അത് 1 ഡേ പ്രോഗ്രാമാണ്. 9 മണി മുതൽക്ക് വൈകുന്നേരം 5 മണി വരെയാണ് അതിൻ്റെ ഒരു സീക്വൻസ്. അപ്പോൾ അതിൽ നമ്മൾ സൗണ്ട് ഹീലിംഗ് ആണ് മെയിനായിട്ട് അതിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിൽ വരുന്ന ഒരു കാര്യം. മാത്രമല്ല പിന്നെ ഒരു മെഡിറ്റേഷൻ കൂടി നമ്മൾ അതിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ ഇപ്പം നമ്മളെല്ലാവർക്കും ചക്ര ഏതാണെന്നും എവിടെയാണ് ഇരിക്കണമെന്നൊക്കെ എല്ലാ ആളുകൾക്കും അറിയാം, ഓരോ പോയിന്റുകളും. പക്ഷെ ഇതുവരെയും എന്നെ സംബന്ധിച്ച് പറയണേ, ഞാൻ ആ ചക്ര എന്ന് കേട്ടിട്ടുണ്ട് ഇതാണെന്നുണ്ടെങ്കിലും ചക്ര അനുഭവിക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. ചക്ര നമുക്ക് ഫീൽ ചെയ്യാൻ അറിയില്ല ഏത് ചക്രയാണ്. പല ആളുകളും ചക്ര ഫീൽ ചെയ്യും അത് ഇതെന്നൊക്കെ പറയല്ലാതെ ഞാനും ശ്രമിച്ചു നോക്കിയിട്ട് നടക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു മെഡിറ്റേഷനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ചക്രനെ മനസ്സിലാക്കാൻ പറ്റും. അതിൽ നമ്മൾ ചക്ര ഇതാണെന്നോ അങ്ങനെയാണെന്നോ ഇങ്ങനെയാണെന്നോ ഒന്നും പറയില്ല. പക്ഷെ പറയാതെ തന്നെ ഫ്രീക്വൻസികൾ നമുക്ക് അറിയാൻ സാധിക്കും. ആ ചക്രനെ നമ്മൾ അനുഭവിച്ചറിയും. ഓരോ ചക്ര എവിടെ ഇരിക്കണമെന്ന് വരെ അറിയാൻ പറ്റും. അതൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ഇത് ആദ്യമായിട്ട് ഇത് അനുഭവിച്ചപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയൊരു സംഭവമാണ്. ആ ഒരു മെഡിറ്റേഷൻ നമ്മൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അബാക് മീഡിയയിലൂടെ നിങ്ങൾ കണ്ട നാഗസാധു ട്വിൻസ് ആയിട്ടുള്ള സാധു നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ എല്ലാം സുപരിചിതനായ മണികണ്ഠൻ ദേവരാജൻ സാറ് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും ഇതിലേക്ക് സ്വാഗതം. എന്താണെങ്കിലും പോകാൻ കഴിയുന്നവർ പോവുക. ജീവിതത്തിൽ തന്നെ നത്തിങ്ലെസ്, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്താൻ കഴിയുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച് കുറച്ച് നേരം ആ ഒരു നിമിഷത്തിലേക്ക് പോകാൻ കഴിയുന്നവർ പോകുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.